ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ജലജയും അഭിയും അറിയാതെ ആദർശ് അനന്തപുരിയിൽ എത്തുകയാണ്. ആദർശിന്റെ വരവും കാത്ത് ദേവയാനി നയനയും ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആദർശ് അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനെ കാണാനായിട്ടും ആദർശ് കയറി വരുന്നുണ്ട്. ആ സമയത്ത് ആദർശിന്റെ വരവിനായി മുത്തശ്ശനും കാത്തിരിക്കുകയായിരുന്നു. ആദർശിനെ കാണുമ്പോഴേക്കും തന്നെ മുത്തശ്ശന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ജലജയോ അഭിയോ നവ്യോ ആരും തന്നെ ആദർശ് വന്ന വിവരം അറിയുന്നുമില്ല. താൻ ജയിലിലാണെന്നറിഞ്ഞ് ഒരുപാട് സന്തോഷിക്കുകയും അതൊരു ആഘോഷമാക്കി കൊട്ടിഘോഷിക്കുകയും ചെയ്തവരാണല്ലോ അഭിയും ജലജയും നവ്യോ ഒക്കെ. അതുകൊണ്ട് തൽക്കാലം ഞാൻ വന്ന വിവരം ആരും അറിയണ്ട, എല്ലാവരുടെയും പരിഹാസവും പെരുമാറ്റവും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാവല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ ആദർശ് റൂമിൽ ഒളിച്ചു താമസിക്കുകയാണ്. എന്നാൽ ആദർശിന്റെ മനസ്സിൽ വേറൊരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. തന്നെ ഇങ്ങനെ ഒരു കെണിയിൽ വീഴ്ത്താനായിട്ട് അഭി അവരെ സഹായിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആരോടും പറയാതെ റൂമിൽ മറഞ്ഞിരിക്കുന്നതും. അഭി ഒരു കുറുക്കനാണല്ലോ. അഭിയുടെ തലയിൽ മാത്രമേ ഇങ്ങനെയുള്ള കുരുട്ടുബുദ്ധികളൊക്കെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ജ്വല്ലർക്കാർക്കൊപ്പം കൂടി അവനാണോ എന്നെ കൊടുക്കാൻ ശ്രമിച്ചതെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കണമെന്ന് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ നയനോട് പറയുകയാണ് കേട്ടോ ആദർശ്. പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് മുറ്റത്തൊരു കോലമൊക്കെ വരയ്ക്കുന്നുണ്ട് നമ്മുടെ നയന. ഇത്രയും നാളും ആദർശ് ജയിലിലാണെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിരുന്ന നയനയാണല്ലോ. പെട്ടെന്ന് നയനയിൽ ഈ ഉണ്ടായ മാറ്റം അത് നവ്യയ്ക്കും ജലജയ്ക്കും ഒക്കെ ഒരുപാട് സംശയമാക്കുന്നുണ്ട്. അവരത് മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും ഇവരോട് ചോദിക്കുന്നില്ല കേട്ടോ. ദേവാനിയുടെയും നയനയുടെയും ഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ സംസാരത്തിലും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അഭി അവിടെ തറപ്പിച്ച് പറയുന്നുണ്ട് ആദർശ് ജയിലിനകത്ത് തന്നെയാണ്, അവൻ നാട്ടിൽ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിയേണ്ടതല്ലേ. ഇതിപ്പോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇനി കുറച്ചു ദിവസം ജയിലിനകത്ത് കഴിയണമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ. അത്രയും നാളും ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് അവരൊന്ന് മാറി ചിന്തിച്ചതായിരിക്കും എന്ന് തന്നെ നമ്മുടെ അഭി പറയുന്നുണ്ട്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, ഇല്ല, നയനെ എനിക്കറിയാമല്ലോ, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവക്ക് ജീവൻ അവളുടെ ഭർത്താവിനെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് അവൾ ഇങ്ങനെ സന്തോഷത്തോടെ മുറ്റത്ത് കോലമൊക്കെ വരയ്ക്കുവോ? ഇല്ല, ഒരിക്കലുമില്ല. ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ടെന്നൊക്കെ നവ്യ പറയുമ്പോഴും അഭി അതിനെ ഒന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അഭി പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ആദർശ് ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. പിന്നെ അവർ നമ്മുടെ മുമ്പിൽ അഭിനയിക്കുന്നതായിരിക്കും. അവർക്കത് ഒരുപാട് വിഷമമായി സങ്കടമായി എന്നൊക്കെ അവർ പുറമെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ തോറ്റതുപോലെ ആവില്ലേ. അതുകൊണ്ടായിരിക്കും നയനയും അമ്മായിയും അമ്മാവന്മാരും ഒക്കെ ഇങ്ങനെ അഭിനയിക്കുന്നതെന്നൊക്കെ തന്നെ അഭി തട്ടി വിടുകയാണ് കേട്ടോ. അത് കേട്ട് തൽക്കാലം ഒരു ആശ്വാസമായിട്ടിരിക്കുകയാണ് നവ്യയും ജലജയൊക്കെ കൂടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുത്തശ്ശൻ ദേവയാനോട് ഈ കാര്യം പറയുന്നത്. അതായത് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ആ ഒരു സ്വർണ്ണ നെക്ലേസ്, ആ നെക്ലേസ് കൈപ്പറ്റാൻ അർഹതയുള്ളത് നയനമോക്കാണ്. ഈ വീട്ടിലേക്ക് മരുമകളായി വന്നപ്പോൾ വസുന്ധരയ്ക്കാണ് അതിനുള്ള ഭാഗ്യം ഉണ്ടായത്. വസുന്ധരയാണെങ്കിൽ അത് നിന്നെ ഏൽപ്പിച്ചു. ഇനി അത് നിന്റെ മരുമകളുടെ കയ്യിലാണ് എത്തേണ്ടത്. ഈ വീട്ടിലെ എന്തും കൊണ്ടും ആ നെക്ലേസ് കൈപ്പറ്റാൻ അർഹതയുള്ളത് നയനമോക്ക് തന്നെയാണ്. മറ്റു രണ്ട് മരുമക്കളുടെയും സ്വഭാവം അറിയാമല്ലോ. അതുകൊണ്ട് നയനമോക്ക് ആ സ്വർണം കൈമാറണമെന്നൊക്കെ ദേവയാനോട് മുത്തച്ഛനും കൂടിയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ നമ്മുടെ ജലജ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ജലജയ്ക്കാണെങ്കിൽ നയനോട് ഭയങ്കരമായിട്ട് അസൂയ തോന്നുകയാണ്. ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാനൊരു അനാഥയാണെങ്കിലും ഇവരെന്നെ എടുത്തു വളർത്തിയതല്ലേ, ഇവരുടെ മോളെ പോലെയല്ലേ ഇവരെന്നെ വളർത്തിയത്. എന്നിട്ട് പോലും ആ മാല ശരിക്കൊന്ന് എന്നെ കാണിച്ചിട്ട് പോലുമില്ല. ആ മാലയൊന്ന് കയ്യിലെടുക്കാൻ, ആ മാലയൊന്ന് കഴുത്തിലണിയാൻ എനിക്ക് ഒരുപാട് കൊതിയുണ്ടായിരുന്നു. അപ്പൊ പോലും ആ മാല എനിക്ക് ഇവരൊന്നും തന്നിട്ടില്ല. അമ്മ എന്നിട്ട് നേരെ ദേവയാനിനെയല്ലേ ഏൽപ്പിച്ചത്. ദേവയാനിയുടെ കയ്യിൽ ആ സാധനം കിട്ടിയാ പിന്നെ അത് പുറത്ത് കാണുവോ? പിന്നെ അത് അവള് ആർക്കെങ്കിലും കൊടുക്കുവോ? ഇല്ല. എന്നിട്ടിപ്പോ അച്ഛനും അമ്മയും തന്നെ പറയുന്നത് കേട്ടില്ലേ, ഇനി അത് അവളുടെ മരുമകളുടെ കയ്യിലാണ് ഇരിക്കേണ്ടതെന്ന്, ആ നയനയുടെ കയ്യില്. അല്ലെങ്കിലും അച്ഛനെയും അമ്മയും പറഞ്ഞാൽ മതിയല്ലോ. എന്തുണ്ടെങ്കിലും ആദർശനും നയനയ്ക്ക് മാത്രം, ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ജീവിച്ചാലും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. സ്വന്തം കൊച്ചുമോനും ഭാര്യയൊക്കെ എപ്പോഴും സന്തോഷത്തോടെ എല്ലാം തികഞ്ഞവരായിട്ടിരിക്കണം. എന്റെ മോനും മരുമോക്കും എന്തെങ്കിലും ഇവർ കൊടുക്കുന്നുണ്ടോ? ഉള്ളതും കൂടി ഇല്ലാതാക്കാനാ നോക്കുന്നത്. എന്ത് ചെയ്യാനാ? എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. അധിക നാളൊന്നും അവളുടെ കയ്യിൽ ആ മാല ഇരിക്കില്ല. അതെങ്ങനെയും അവളുടെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റുമെന്നൊക്കെ തന്നെ ജലജ മനസ്സിൽ വിചാരിക്കുകയാണ്. ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച മാലയത്, അത് ഞാൻ എന്തായാലും എന്റെ സ്വന്തമാക്കും എന്നൊക്കെ തന്നെ ജലജ പറയുന്നുണ്ട്. എന്നിട്ട് ജലജ അഭിയും കൂടെ അതെങ്ങനെ കൈവശപ്പെടുത്താന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലജ പറയുന്നുണ്ട്, എങ്ങനെ പോയാലും ഒരു 10-25 പവനി കുറയാത്ത ഒരു വലിയ നെക്ലേസ് തന്നെയാ അത് സ്വന്തമാക്കിയ. ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്താ വില എന്നുള്ളത് നിനക്ക് അറിയാമല്ലോ. ആ മാല എന്തായാലും നമ്മുടെ കൈകളിലേക്ക് വരണം എന്ന് തന്നെ പറയുകയാണ്. അതെ, പാരമ്പര്യമായിട്ട് കൈമാറി വന്ന സ്വത്താ അത്. ആ സ്വത്തൊക്കെ എന്റെ കൈവശം തന്നെ ഇരിക്കട്ടെ.
എന്ത് വന്നാലും വേണ്ടില്ല, ഇത് തൽക്കാലം എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ നമ്മുടെ ജലജ പറയുമ്പോൾ അബി അതിനെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അബിയും ജലജയും കൂടെ നയനയുടെ റൂമിൽ ആരുമില്ലാത്ത സമയം നോക്കി അവിടെ കയറി കബോർഡിൽ നിന്ന് ആ മാല എടുക്കുന്നുണ്ട്. ആദർശ് തിരിച്ച് അനന്തപുരിയിൽ എത്തിയതും ആ റൂമിൽ മറിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും ഇവരറിയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ ഈ മാല മോഷ്ടിച്ചോണ്ട് പോകുന്നതൊക്കെ ആദർശ് കാണുന്നുണ്ട്. ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓഹോ, അപ്പൊ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും നിങ്ങൾ ചെയ്യാറുണ്ടല്ലേ? നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. എന്തായാലും ഈ ഒരു മാല മോഷണം പോയാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. പ്രത്യേകിച്ച് നയനയുടെ കബോർഡിൽ നിന്ന് ഈ മാല എടുത്തോണ്ട് പോയിട്ടേ നയനയുടെ മേലിൽ പഴിചാരാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അത് വേണ്ട, ഇവർക്കിട്ടുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. എന്ത് തെളിവുകൾ കാണിച്ച് ചോദിച്ചാലും ഇവരില്ലെന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ട് എന്തായാലും തക്കതായ ഒരു തെളിവ് തന്നെ വേണം. എന്നിട്ട് ആദർശന്റെ ഫോണിൽ ഇവർ മാല എടുത്തോണ്ട് പോകുന്നതൊക്കെ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതൊന്നും തന്നെ ജലജയും അബിയും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം തന്നെ ആദർശ് നായനോടും ദേവയാനോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അബിയും ജലജയും കൂടെ കയറി ആ മാല മോഷ്ടിച്ചുകൊണ്ട് പോയതായിട്ട് ആദർശ് പറയുമ്പോഴേക്കും അവര് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി ഇവരിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ രാവിലെ എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് മുത്തശ്ശൻ. എന്നിട്ട് പറയുന്നുണ്ട്, നയനമ്മക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന്. എന്ത് വന്നാലും നേരിടാനുള്ള ഒരു ധൈര്യം അവരുടെ മനസ്സിലുണ്ട്. എന്ത് വന്നാലും ധൈര്യമായിട്ട് നേരിടാൻ അവർ മുന്നിൽ നിർത്തുന്നത് നവ്യനെയാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ രണ്ടും കൽപ്പിച്ചുള്ള മട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. മാല മോഷണം പോയതിന്റെ കാര്യങ്ങളൊക്കെ നയന ചോദിക്കുമ്പോഴേക്കും അവര് തർക്കിച്ച് പറയുന്നുണ്ട്, ഞങ്ങളത് എടുത്തിട്ടില്ല എന്നൊക്കെ. ഞങ്ങൾ എന്തിനാ എടുക്കുന്നത്? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ദേ, ഞങ്ങളെ വെറുതെ കുറ്റക്കാരാക്കാൻ നോക്കണ്ട. ഞങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. എല്ലാം കൊണ്ടും തകർന്നിരിക്കുന്നവരാ ഞങ്ങള്. ഇനി ഇങ്ങനെ ഒരു കുറ്റം കൂടി ചുമത്തേണ്ട കാര്യമില്ല എന്നൊക്കെ തന്നെ നമ്മുടെ അബിയും ജലജയും കൂടെ പറയുന്നുണ്ട്. വീണ്ടും നയനയും ദേവയാനിയും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ജലജയും അബിയും സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല. അവസാനം ജലജയും അബിയും ചോദിക്കുന്നുണ്ട്, ഇത് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോന്ന്. ഞങ്ങൾ തന്നെയാണ് ആ മാല മോഷ്ടിച്ചെന്നുള്ളതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നിങ്ങളാണ് ആ മാല മോഷ്ടിച്ചെന്നുള്ളതിന് തെളിവുണ്ടെന്ന് നമ്മുടെ ദേവയാനിയും നയനയും പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തെളിവാ? ആ തെളിവ് നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് കാണിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും തന്നെ ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് തെളിവുണ്ടെന്ന്. ആദർശിനെ കാണുമ്പോഴേക്കും തന്നെ അവരാകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, ആദർശ് എങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തിയത്? ആദർശ് അവിടെ ജയിലിനകത്താണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. ആദർശിനെ കാണുമ്പോഴേക്കും ജലജയ്ക്കും അബിക്കും പേടിയാവുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിയിട്ട് പേടിച്ച് നിൽക്കുകയാണ്. ആദർശ് എപ്പോഴാ വന്നേ? ആദർശ് തിരികെ വന്ന കാര്യം ആരും പറഞ്ഞില്ലല്ലോ. ആദർശ് അവിടെ ജയിലിലാണെന്നാണല്ലോ അറിഞ്ഞത്. എന്നിട്ട് ആദർശ് എങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തി എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് അബിക്കിട്ട് ഒരു കൊട്ടു കൊടുക്കുന്ന പോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. എന്നെ ജയിലിലോട്ട് അയക്കാൻ ഒരുപാട് പേര് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അവരാരെങ്കിലും ആയിരിക്കും ഇതിന്റെ പിന്നിലെന്ന് എനിക്കറിയാം. അവരുടെയൊക്കെ സഹായം ഈ കെണിക്ക് പിന്നിലുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം. എന്തായാലും ഞാനെല്ലാം പതിയെ കണ്ടുപിടിച്ചോളാം. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാ, അവിടെ കെണിയിൽ പെടുത്താനായിട്ട് ഇവിടെ നിന്നുള്ള ആരുടെയൊക്കെ സഹായം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കുറച്ച് ക്ലൂ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് വെച്ചിട്ട് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഞാൻ ജയിലിലാണെന്ന് അറിഞ്ഞ് നിങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമായല്ലോ. നിങ്ങൾ അതൊക്കെ വലിയ ആഘോഷമാക്കി കൊട്ടിഘോഷിച്ച് നടക്കാന്നൊക്കെ ഉള്ളത് ഞാൻ അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വന്ന വിവരം നിങ്ങളെ അറിയിക്കാതിരുന്നതും. നിങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തണ്ടെന്ന് ഓർത്തിട്ട് എന്നെ എന്തായാലും ജയിലിലോട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയായിരുന്നു. പക്ഷേ മുത്തശ്ശൻ അവിടെ കാര്യമായിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ അറസ്റ്റ് ഇന്നും ഒഴിവായി. മുത്തശ്ശന്റെ സ്വാധീനം ഉപയോഗിച്ച് മുത്തശ്ശൻ അവിടെ കാര്യമായിട്ട് ഇടപെട്ടുകൊണ്ടാ എനിക്ക് ജയിലിലോട്ട് പോകാതെ രക്ഷപ്പെട്ട് വരാൻ കഴിഞ്ഞത്. പിന്നെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനും സാധിച്ചു എന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് അബിയോടായിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഒരുപാട് സന്തോഷമായി കാണുമല്ലോ. നിന്നെ ജയിലിൽ കിടത്തിയത് ഞങ്ങളാണെന്ന് പറഞ്ഞാണല്ലോ നിന്റെ ഭാര്യ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ജയിലിലാണെന്ന് അറിയുമ്പോഴേക്കും നിനക്കും നിന്റെ ഭാര്യയ്ക്കും ഒക്കെ അത് എത്രത്തോളം സന്തോഷം ഉണ്ടാക്കും എന്നുള്ളത് എനിക്കറിയാം. എന്താ നിങ്ങൾ വിചാരിച്ചത് ഞാൻ കാലാകാലം ജയിലിൽ തന്നെ കിടക്കുമെന്നോ? മുത്തശ്ശന് അവിടെയുള്ള സ്വാധീനത്തെക്കുറിച്ച് നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. മുത്തശ്ശൻ എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത് കാലാകാലം ആദർശ് ജയിലിൽ തന്നെ കിടക്കുമെന്നോ? എനിക്ക് അവിടുത്തെ രാജകുടുംബമായിട്ടാ ബന്ധമുള്ളൂ. ഞാൻ എന്റെ സ്വാധീനം ഉപയോഗിച്ച് അവിടെയുള്ളവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ആദർശ് അപകടത്തിലേക്കാണ് പോകുന്നതെന്നൊക്കെയുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ എന്റെ ഫുൾ സ്വാധീനവും അവിടെ എടുത്തത്. ശത്രുക്കളുടെ ഇടയിലോട്ടാണല്ലോ ആദർശ് പോയത്. അപ്പൊ പിന്നെ അവന് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചിങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടേ? അവന്റെ വരവും കാത്ത് ഇവിടെ കരഞ്ഞോണ്ടിരുന്ന ഒരാളുണ്ട്, അവന്റെ ഭാര്യ. അവൻ ജയിലിലാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ആ കുട്ടി ഒരുപാട് വിഷമിച്ചു. ആ വിഷമമൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആദർശിനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുത്തിച്ചതും. അപ്പൊ ആദർശ് പറഞ്ഞത്, അതെന്തായാലും അവിടെ നിൽക്കട്ടെ മുത്തശ്ശ. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് നമുക്ക് സാവധാനം തന്നെ കണ്ടുപിടിക്കാം. എന്തായാലും ഇപ്പോഴത്തെ വിഷയം അതല്ലല്ലോ. അമ്മ നയനയ്ക്ക് ഒരു സ്വർണ്ണ നെക്ലേസ് കൊടുത്തു, പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഒരു സ്വത്ത്.
ആ മാലയില്ലേ ഇപ്പം മോഷണം പോയിരിക്കുന്നത്. അതിന്റെ മോഷ്ടാക്കള് ഈ വീട്ടിൽ തന്നെ ഉള്ളവരാന്നുള്ളത് ഞങ്ങൾക്കറിയാം. സ്വയം കുറ്റം സമ്മതിക്കുന്നതാണ് നല്ലതെന്നൊക്കെ ആദർശ് പറയുന്നുണ്ടെങ്കിലും അവര് സമ്മതിക്കുന്നില്ല. അവസാനം ആദർശ് പറയുന്നുണ്ട്, തെളിവൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇവരിന്നലെ മാല മോഷ്ടിക്കാനായിട്ട് ആ റൂമിലോട്ട് വന്നപ്പം ആ റൂമിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന കാര്യം ഇവർ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നയനെ ആ റൂമിൽ ഇല്ലാത്ത സമയം നോക്കി അവരവിടെ വന്ന് നയനോട് കബോർഡിൽ നിന്ന് ആ മാല എടുത്തോണ്ട് പോകുന്ന ഞാൻ കണ്ടു. കണ്ട കാര്യം പറഞ്ഞാലും ഇവർ വിശ്വസിക്കില്ലെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഫോണിൽ ഇവരുടെ വീഡിയോ എടുത്തു വെച്ചിരുന്നത്. ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്നതും കബോർഡ് തുറന്ന് അപ്പച്ചി മാല എടുക്കുന്നതും മാല എടുത്തതിന് ശേഷം ആ മാലയെക്കുറിച്ച് നിങ്ങൾ പറയുന്നതും എല്ലാം ഈ വീഡിയോയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് നവ്യ അഭിയും ജലജയൊക്കെ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോഴേക്കും ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നാശം, എന്ത് ചെയ്താലും ഇങ്ങനെയുള്ള തിരിച്ചടികളാണല്ലോ നമുക്ക് കിട്ടുന്നത്. ഇവൻ ആ റൂമിലുള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇത് ഇതുപോലൊരു പണിയാകുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല എന്നൊക്കെ തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിച്ചൊക്കെ ഇനി ഇവൻ കേട്ട് കാണുമോ എന്നുള്ളൊരു ഭയം അബിയുടെയും ജലജയുടെ മനസ്സിൽ വരുന്നുണ്ട്. ആ ഒരു പേടി അവരുടെ മുഖത്തും കാണാനുണ്ട്. അങ്ങനെ തെളിവുകളൊക്കെ എല്ലാവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അവസാനം ഉത്തരം മുട്ടി തലകുനിച്ച് തന്നെ നിൽക്കുകയാണ് അബിയും ജലജയും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവളോടും ഇവന്റെ മോനോടും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എത്ര പറഞ്ഞാലും ഇവരുടെ തലയ്ക്കകത്തോട്ട് അതൊന്നും കയറാനും പോകുന്നില്ല. ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും തല്ലിക്കെടുത്താൻ നോക്കുന്നവരെ ഇവർ രണ്ടുപേരും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ മോൻ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ നിനക്കറിയാമല്ലോ ജലജെ. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണോ നീയും ഇന്നലെ ഇങ്ങനൊരു സാഹസത്തിന് തയ്യാറായത്? ഇതുപോലെ ഈ കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന നിങ്ങൾ രണ്ടുപേരും ഇനി ഈ വീട്ടിൽ വേണ്ട. നിന്നെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക ചെയ്യേണ്ടത്. മര്യാദയ്ക്ക് നയനമോളുടെ കബോർഡിൽ നിന്ന് എടുത്ത മാല അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ദേഷ്യപ്പെടുകയാണ് കേട്ടോ ജലജയുടെ നേർക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെയൊക്കെ ഉദ്ദേശം എന്താന്നുള്ളത് എനിക്കറിയാം. നവ്യ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രം ഞാനതൊന്നും പറയുന്നില്ല. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നിനക്കറിയാവല്ലോ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നൊക്കെയുള്ളത് നിനക്കറിയാവല്ലോ അബി. പിന്നെ എൻ്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്. നിനക്ക് പിന്നെ ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല എന്ന് തന്നെ നമ്മുടെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും അബി ഉടനെ തന്നെ മുത്തശ്ശന്റെ കാൽക്കൽ വീണിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി മുത്തശ്ശ, ഞങ്ങളോട് ക്ഷമിക്കും മുത്തശ്ശ. ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ പറഞ്ഞ് ആ മുത്തശ്ശന്റെ കാല് പിടിച്ച് മാപ്പ് പറയുകയാണ്. ആ ഒരു സമയത്ത് നവ്യ ആണെങ്കിലും ആകെ ദേഷ്യത്തിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. കാരണം നവ്യക്ക് അവിടെ ഒന്നും തന്നെ സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എപ്പോഴും അബിയെ ന്യായീകരിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന നവ്യക്ക് ആ ഒരു സമയത്ത് അബി ആ മോഷണക്കുറ്റം സമ്മതിച്ചുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ അബിയുടെ ചീട്ട് കീറിയാണ് മുത്തശ്ശൻ. ആകെ നാണം കെട്ട് നാറ് നിൽക്കുകയാണ് ജലജയും അബിയും നവ്യയും ഒക്കെ കൂടിയിട്ട്. അങ്ങനെ മോഷ്ടിച്ച മാല ജലജ അബിയും കൂടെ നയനെ തിരിച്ചേൽപ്പിക്കുന്നുമുണ്ട്. ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പോലീസ് കേസ് ആകുകയുള്ളൂ. അത് നിനക്ക് ഓർമ്മ വേണം എന്നൊരു താക്കീത് നൽകിയിട്ടാണ് മുത്തശ്ശൻ അവരെ പറഞ്ഞു വിടുന്നതും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.